Stories of the Son of Man, stories of a Savior, holiness with human hands, treasure for the traitor. No ear had heard, no eye had seen the image of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നമ്മെ അറിയുന്ന ദൈവത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നമ്മെ അറിയുന്ന ദൈവത്തെക്കുറിച്ച് നാം നോക്കിയതിനു മുമ്പായിട്ട് ഈ ദൈവം ആരാണെന്ന് നാം കണ്ടു. ആ നമ്മെ അറിയുന്ന ദൈവം സർവശക്തനും സർവവല്ലഭനുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി. നമ്മെ അറിയുന്ന ദൈവം നമ്മെ എങ്ങനെയൊക്കെ അറിയുന്നു എന്ന് നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തെ അറിയുന്നു. നാം അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതൽ നമ്മെ അറിയുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതത്തെ അറിയുന്നു. രണ്ടാമതായിട്ട് നാം കണ്ടു നമ്മുടെ വഴികളെ അറിയുന്നു. മൂന്നാമതായിട്ട് കണ്ടു നാം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. നാലാമതായിട്ട് നാം കണ്ടു നമ്മുടെ അവസ്ഥ അറിയുന്നു. അഞ്ചാമതായിട്ട് നമുക്കിന്ന് നമ്മുടെ പ്രശ്നങ്ങളെ ദുഃഖങ്ങളെ അവർ അറിയുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 5:7 എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ അത്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ നമ്മിൽ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് വെച്ച് ചുറ്റിത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവമക്കൾക്ക് കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പരിശോധനകളുണ്ട്. എന്നാൽ അവരുടെ കഷ്ടങ്ങളിൽ, പ്രശ്നങ്ങളുടെ സമയത്ത് അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ അവർക്ക് യാതൊരു പ്രയാസമുണ്ടായില്ല. കർത്താവ് പറയുകയാണ്. ആരാ പറയുന്നത്? പത്രോസാണ് പറയുന്നത്. ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയെത്ര കഷ്ടങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ പോലും പ്രയാസമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്രമാത്രം കഷ്ടങ്ങൾ കൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയി എന്നുള്ളത് നമുക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ജീവചരിത്രത്തെക്കുറിച്ച് ഒന്ന് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11 പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 11 വായിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ഒന്ന് ഓർത്ത് നോക്കിക്കേ സഹോദരിമാരെ, ആ ഒരു പ്രാവശ്യത്തെ അടി 40 അടിയാണ്. അങ്ങനെ 5 വട്ടം 200 അടി. അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യം അടികളാൽ അവൻ കൊണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ കല്ലേറ് കൊണ്ടു, കോലിനാൽ അടി കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു. നദികളുടെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അകത്തു നിന്നും പുറത്തു നിന്നും കഷ്ടത അനുഭവിച്ച ഒരു ദൈവദാസനെയാണ് നമുക്ക് കാണും. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കെടുപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇങ്ങനെയുള്ള അസാധാരണങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ദിവസേന സഭകളെക്കുറിച്ചും ചിന്താഭാരമുണ്ടായിരുന്നു. ഇങ്ങനെ കഷ്ടതകളുടെ മധ്യത്തിൽ കൂടെ കടന്നുപോയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഷ്ടതയുടെ തീച്ചൂളുകൾ കൂടെ കടന്നുപോയപ്പോൾ അവർ തളർന്നു പോവുകയോ നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ അല്ല ചെയ്തത്. തിരിച്ച് അവരുടെ കഷ്ടങ്ങളെ നന്നായിട്ടറിയുന്ന കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ഇട്ടുകൊള്ളുവിൻ. നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ
പാപത്തിൻ്റെ ഭാരം കർത്താവ് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞു. ആ കർത്താവിലേക്ക് നമ്മുടെ പാപഭാരം ഇട്ടപ്പോൾ നമ്മൾക്ക് നരകശിക്ഷയിൽ നിന്ന് വിമുക്തരായിട്ട് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ഭാരങ്ങൾ കർത്താവിലേക്ക് ഇടുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതേ നമ്മുടെ സകല ചിന്താഭാരവും അവൻ്റെ മേലെ ഇട്ടുകൊള്ളുവിൻ. കാരണം അവൻ അത് ചുമപ്പാൻ പ്രാപ്തനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ഭാരങ്ങളിട്ട സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബാബേൽ പ്രവാസികളായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നു പേരുള്ള 3 യഹൂദബാലന്മാരെ നെബൂഖദ്നേസർ രാജാവിൻ്റെ മുൻപാകെ നിർത്തി. അവരുടെ കുറ്റം, അവർ രാജാവ് നിർത്തിയ പൊന്നു കൊണ്ടുള്ള ബിംബത്തെ നമസ്കരിക്കുന്നില്ല. രാജാവ് അവരോട് കാഹളം, കുഴൽ, തമ്പൂര, വീണ, നാഗസ്വരം മുതലായി വാദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുക, അല്ല ഞാൻ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ രാജാവിനോട് ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിയിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഈ 3 ബാലന്മാരെ കെട്ടി തീച്ചൂളയിൽ ഇടുവാൻ രാജാവ് കൽപ്പിച്ചു. ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ദൈവം അത് അനുവദിച്ചു. ദൈവം കഷ്ടങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ അനുവദിക്കും. അത് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ തീച്ചൂളയിലും അവർ തനിച്ചല്ലായിരുന്നു ദൈവമക്കളെ, ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. രാജാവ് നോക്കിയപ്പോൾ 4 പേര്. രാജാവ് തീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അത്യുന്നതന്റെ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, പുറത്തു വരിക. അവർ ഇന്ന് രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് രാജാവിനും ജനത്തിനും മനസ്സിലായി. അവർ തീയിൽ നിന്ന് ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും പുറത്തു വന്നു. രാജാവ് കൽപ്പിച്ചത്, ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ഇവരെ ദൈവം വിടുവിച്ചു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് അവർ മനസ്സിലാക്കി. ഇവരെ തീയിലേക്ക് തള്ളിയിടുവാൻ കൊണ്ടുപോയവർ തീയുടെ ശക്തി കാരണം അവർ മരിച്ചുപോയി. എന്നാൽ ഇവർക്ക് തീയുടെ മണം പോലും അവർക്ക് ഏറ്റിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നെബൂഖദ്നേസർ പറയുകയാണ്, അതുകൊണ്ട് ഇവരുടെ ദൈവത്തിന് വിരോധമായി വല്ലതും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്തു. ഇതുകൂടാതെ രാജാവ് ശദ്രക്കിനും, മേശക്കിനും, അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തു. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാചിത്രയായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതേ, നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് ലോകത്തിലെവിടെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണിന്ന് നമ്മളിലുണ്ട് പ്രിയ സഹോദരിമാരെ. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണാണ്. നമ്മെ അറിയുന്ന ദൈവം സർവശക്തനാണ് കേട്ടോ. സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, മാറ്റമില്ലാത്തവനാണ്, പരിശുദ്ധനാണ്, സ്നേഹവാനാണ്, സത്യവാനാണ്, കൃപാലുവാണ് എന്നിങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ദൈവമാണ് വെറും പുഴുവായ എന്നെ നമ്മളെ അറിയുന്നത്. അവൻ നാം പിണ്ടാകാരമായിരുന്നപ്പോൾ മുതൽ നമ്മെ അറിയുന്നു, നമ്മെ വഴി നടത്തുന്നു, നാം നിത്യതയിൽ എത്തിച്ചേരുന്നതുവരെ അവൻ നമ്മോട് കൂടെ നടക്കുന്നു. യെശയ്യാവ് 40:10 പറയുന്ന പോലെ, ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്തു. ഈ സ്നേഹവാനായ ദൈവത്തെ നമുക്ക് വീണ് നമസ്കരിക്കാം. അവനെ നമുക്ക് പിൻഗമിക്കാം. ഭയമില്ലാത്തവരായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
all